ഋഷഭ് രാജ്പുത് ആൻഡ് സോനാലി ചോക്സി ഇപ്പോൾ റീസെന്റായി കല്യാണം കഴിച്ചതോടുകൂടി വളരെ വൈറലായ കപ്പിൾസ് ആണ്. അവരുടെ സഹോദരി കല്യാണ വീഡിയോ പകർത്തുകയും ആ സന്തോഷം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇതേ തുടർന്നായിരുന്നു ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ട്രോളുകളും വിമർശനങ്ങളും കമന്റുകളുമായി വരുവാൻ തുടങ്ങിയിരുന്നത്. കമന്റുകളെല്ലാം കണ്ടപ്പോൾ വളരെയധികം ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ഹാപ്പി മൊമെന്റിൽ ഇത്രയും നെഗറ്റീവ് കമന്റുകൾ കണ്ടപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഏറെ വിഷമമായത്. ഞങ്ങളോട് ഇതുവരെ ആരും ഞങ്ങളുടെ സ്കിൻ ടോണിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. സോണാലിയോട് പല ആളുകളും മെസ്സേജ് ചെയ്യുന്നത് അവന്റെ ഗവൺമെന്റ് ജോലിയും പൂത്ത കാശും അതുപോലെ പൊളിറ്റീഷ്യന്റെ മകനാണ് എന്നുള്ളതെല്ലാം അറിഞ്ഞതുകൊണ്ട് കെട്ടിയതാണ് എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ഫാമിലിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആർക്കും ട്രോളുവാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് ഋഷഭ് പറഞ്ഞിരിക്കുന്നത്. സോനാലി പറയുന്നത് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത്. ഋഷഭിനെ കുറിച്ച് മോശമായിട്ടുള്ള കമന്റ്സുകൾ വരുന്നു. ഞാൻ അവന്റെ പണം സ്വന്തമാക്കാനും അവന്റെ എല്ലാ സ്വത്തുക്കളും അപഹരിക്കുവാൻ വേണ്ടി പോയവൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് എന്നായിരുന്നു സോനാലിയുടെ വാക്കുകൾ. നിങ്ങളൊന്നും കണ്ടിട്ടുള്ള ഈ 30 സെക്കൻഡത്തെ വീഡിയോ മാത്രമല്ല ഞങ്ങളുടെ ലൈഫ്. ഏകദേശം 11 വർഷത്തെ പ്രണയബന്ധമായിരുന്നു ഞങ്ങളുടേത്. 2014 ഞാൻ സൊണാലിയെ കണ്ടുമുട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിലായിരുന്നു, അതും ഒരേ ക്ലാസ്സിൽ. 2015 ആയപ്പോഴേക്ക് ഞങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതും ഋഷഭ് മുൻകൈ എടുത്തുകൊണ്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. സോണാലിയും അത് ആക്സെപ്റ്റ് ചെയ്തു. അന്ന് തൊട്ട് ഇവർ തീരുമാനിച്ചതാണ് ഈ റിലേഷൻഷിപ്പ് കല്യാണത്തിൽ എത്തിക്കുമെന്നുള്ളത്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത്രയും പവിത്രതയോടുകൂടി 11 വർഷം കാത്തുനിന്ന് വളരെ ഹാർഡ് വർക്ക് എടുത്തുകൊണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം സംഭവിച്ചിരുന്നത്. സോണാലി പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്, അതും ഇന്ത്യയിലെ പല മുക്കിലും മൂലയിലും പല ദേശത്തുമായി ജീവിക്കുന്നവരാണ്. അതും ഡിഫറെന്റ് ക്ലൈമറ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവിടെയുള്ള ആളുകളുടെ സ്കിൻ ടോൺസ് എല്ലാം ഡിഫറെന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഒരുപാട് നല്ല വൈറ്റ് ടോൺ ഉള്ള പയ്യന്മാർ അവരുടെ ഭാര്യമാരെ വളരെ ബാഡായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ എത്രമാത്രം കണ്ടുകഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തർ അവരുടെ സ്കിൻ ടോൺ വെച്ച് ജഡ്ജ്മെന്റൽ ആവുന്നത്? നല്ല നിറമുള്ളവൻ നല്ലവനും നിറമില്ലാത്തവൻ മോശക്കാരനുമാകുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ തന്നെ 70-80% ആളുകൾക്കുള്ളത് ഡാർക്ക് സ്കിൻ ടോൺ ആണ്. സത്യം പറയാമല്ലോ, നമ്മൾ ഇന്ത്യക്കാരുടെ ചിന്താഗതി ഇങ്ങനെയാണ്: കറുത്തവരെക്കാളും നല്ലത് വെളുത്തവർ ആണ് എന്നുള്ളത്. ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കൂ എന്നായിരുന്നു ഋഷഭിന്റെ സംസാരമുണ്ടായിരുന്നത്. ഇനിയും ഇത് അഡ്രസ് ചെയ്യാതെ പോകുവാൻ വയ്യ എന്നുള്ള തരത്തിലെത്തിയപ്പോഴായിരുന്നു BBC ന്യൂസിന് ഇവർ ബൈറ്റ് നൽകിയിരുന്നത്. ഋഷഭ് അവസാനമായി ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഞങ്ങളൊരു അൺഹാപ്പി കപ്പിളാണ് എന്നുള്ളത്? നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം അത്രമാത്രമാണ് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നത്. എന്നാൽ സൊസൈറ്റി ഇപ്പോഴും ജഡ്ജ്മെന്റിലാകുന്നത് അവരുടെ നിറത്തെ പറഞ്ഞുകൊണ്ടാണ്. എന്താണ്, കറുത്ത നിറമുള്ള ആളുകൾക്കൊന്നും വെളുത്ത നിറമുള്ളവരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിറത്തെ നോക്കിക്കൊണ്ടും പണത്തെ നോക്കിക്കൊണ്ടും സ്നേഹിക്കുന്നവരെയെല്ലാം കാണുമ്പോൾ ശരിക്കും പുച്ഛം തോന്നുന്നു. സ്നേഹിക്കുവാൻ പരസ്പരം നല്ല മനസ്സ് മാത്രം മതി, അല്ലാതെ അവന്റെ പോക്കറ്റിൽ കാശുണ്ടോ അവന്റെ നിറം എന്താണോ എന്നുള്ളതൊന്നുമല്ല നോക്കേണ്ടത്. കുറെ കാശും കുറെ സൗന്ദര്യവുമെല്ലാം ഉണ്ടായിട്ട് ജീവിതം കുളമായി കിടക്കുന്ന എത്ര ആളുകളെയാണ് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നിറത്തിന്റെ മേൽ മാറ്റി നിർത്തപ്പെട്ട എന്റെ സഹോദരന്മാർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിനായി തീർച്ചയായും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക.